ഹലോ, റൈസ് വിത്ത് ഷജി സെറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ 10 ശീലങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞതല്ലേ. ചില ആളുകൾക്ക് ശമ്പളം കൂടാതെ പോലും സമ്പത്ത് വർദ്ധിക്കുന്നു. എന്നാൽ ചിലർ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്ത് എത്ര തന്നെ ശമ്പളം ഉണ്ടായാലും മാസം അവസാനം ആകുമ്പോഴേക്കും അവരുടെ പണമെല്ലാം തീരുന്നു. ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സമ്പത്ത് ഉണ്ടാക്കുന്നത് വലിയ ശമ്പളം കൊണ്ടല്ല, ചെറിയ ചെറിയ ശീലങ്ങളിലൂടെയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ പോകുന്നത് ലോകത്തിലെ സമ്പന്നരായ ആൾക്കാര്, ജീവിതത്തിലെ സാമ്പത്തികമായി വിജയിച്ച ആൾക്കാരുടെ നിത്യേനയുള്ള 10 ശീലങ്ങളെ കുറിച്ചാണ്. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു ശീലമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നു മുതൽ കൊണ്ടുവന്നാൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക്, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഒരു ചെറിയ കഥ നമുക്ക് നോക്കിക്കഴിഞ്ഞാലോ? നമ്മൾ എല്ലാത്തിലും ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അപ്പൊ സ്റ്റോറി പറയുമ്പോൾ എന്താ അതിന്റെ പ്രയോജനം എന്നറിയോ? നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഗ്രാമത്തില് അമൽ എന്നും സലീം എന്നും പേരുള്ള 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ ദിവസം ജോലിക്ക് കയറി. രണ്ടുപേർക്കും ഒരേ ശമ്പളം ലഭിക്കാൻ തുടങ്ങി. ഒരേ ഓഫീസ്, ഒരേ സമയം, ഒരേ ജോലി, ഒരേ ശമ്പളം. 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമല് എപ്പോഴും കാത്തിരിക്കുകയാണ്, സാലറി കുറച്ചും കൂടെ കൂടും, അപ്പോഴെനിക്ക് കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഈ സമയം കൊണ്ട്, ഈ 5 വർഷം കൊണ്ട് സലീം ആണെങ്കിലോ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി, പുതിയ വാഹനം വാങ്ങി, നിക്ഷേപം തുടങ്ങി, രണ്ടാമത്തെ ഒരു വരുമാന മാർഗവും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പൊ നമ്മുടെ അമല് ഒരു ദിവസം ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരേ ശമ്പളമാണ് വാങ്ങുന്നത്, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് സാധിച്ചത്? അപ്പൊ സലിമ് ഒരു ആൻസർ പറഞ്ഞു, ഞാൻ എൻ്റെ പണത്തെ ഓരോ ദിവസവും നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരിക്കലും പണം എന്നെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ കൊടുത്തില്ല, ഞാൻ അതിന് അനുവദിച്ചില്ല. ആ വാക്കാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ഒരു സാമ്പത്തിക ശീലം നിങ്ങൾ ഓർക്കുക. എങ്ങനെയാ സാമ്പത്തിക ശീലം ഓർക്കുന്നത്? സമ്പന്നരായിട്ടുള്ള ആൾക്കാർ എല്ലാ ദിവസവും അവരുടെ ലക്ഷ്യത്തെ ഓർക്കും. ഓരോ ദിവസവും നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ എന്തിനാണ് പണം സമ്പാദിക്കുന്നത്? ഒരു വീടാണോ ലക്ഷ്യം? കുട്ടികളുടെ പഠനമാണോ എൻ്റെ ലക്ഷ്യം? അതോ എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ എൻ്റെ ലക്ഷ്യം? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഓരോ ദിവസവും. നമുക്ക് ലക്ഷ്യം വ്യക്തമായി കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത് ചെലവുകൾ എഴുതി വെക്കുക. ഒരു ചെറിയ നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ മൊബൈൽ ആപ്പ്, ദിവസവും ചെലവാകുന്നത് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മാത്രമാണ് നമുക്ക് പണം എവിടെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു 10%, 15% നമ്മൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് സേവ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അപ്പാടെ മാറ്റുക. ആദ്യം നമ്മൾ സേവ് ചെയ്യുക, പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഇനി നാലാമത്തെ ശീലം എന്ന് പറയുന്നത്, ദിവസവും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതൊരു സ്കില്ലാകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നമുക്ക് നിർബന്ധിച്ചല്ല നമ്മൾ ചെയ്യാനുള്ളത്. നമ്മളെ സെൽഫിനെ തന്നെ നമ്മൾ പുഷ് ചെയ്യരുത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം, പാഷൻ ആയിട്ടുള്ള ഒരു സ്കില്ല് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ അറിവ് വർദ്ധിക്കുമ്പോൾ, നമ്മുടെ സ്കില്ല് വർദ്ധിക്കുമ്പോൾ നമ്മുടെ വരുമാനവും കൂടും. ആ സ്കില്ല് നമ്മുടെ ഒരു വരുമാന മാർഗമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു സാധനം വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കുക, ഇത് ശരിക്കും ആവശ്യമുള്ളതാണോ? ഒരു 24 hours നിങ്ങൾ സമയം കൊടുക്കുക. നിങ്ങളോട് ചോദിക്കുക, ശരിക്കും നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉത്തരം കിട്ടുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആറാമത്തെ ശീലം എന്ന് പറയുന്നത്, പണം നിങ്ങൾക്കായി വർക്ക് ചെയ്യട്ടെ. അതെങ്ങനെയാ? പണം ബാങ്കിൽ കിടന്നത് കൊണ്ട് മാത്രം അത് വളരത്തില്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷിതമായ നിക്ഷേപത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ നിക്ഷേപം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കട്ടെ. ആ പൈസ നമുക്ക് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോഴേ നമ്മുടെ വരുമാനം വർദ്ധിക്കത്തുള്ളൂ.
അടുത്ത ഏഴാമത്തെ ശീലം എന്ന് പറയുന്നത് വിജയിച്ച ആൾക്കാരുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരുമായിട്ടാണോ നിങ്ങൾ സഹകരിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങളും നാളെ അവരിൽ ഒരാളായിട്ട് മാറും. നിങ്ങൾ പണം ദൂർത്തടിക്കുന്ന ഒരാളുമായിട്ടാണോ നിങ്ങളുടെ സഹവാസം എന്ന് പറയുന്നത്, എങ്കിൽ നിങ്ങളും നിങ്ങളുടെ ശീലങ്ങളും നാളെ അതുപോലെ തന്നെയാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകെട്ടും നമ്മൾ സഹവസിക്കുന്ന ആൾക്കാരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നല്ല ചിന്തയുള്ളവരോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുക. അപ്പോൾ ശരിക്കും അവരുടെ ശീലങ്ങളും നല്ല ശീലങ്ങളും നിങ്ങളിലേക്കും എത്തും. അടുത്ത എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്ദിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമ്മൾ ഒരിക്കലും പരാതി പറഞ്ഞ് നമ്മുടെ സമയം കളയരുത്. സമ്പന്നരൊക്കെ എന്താ ചെയ്യുന്നതെന്നറിയാം, അവരൊരിക്കലും പരാതി പറഞ്ഞ് അവരുടെ സമയം കളയില്ല. പകരം ആ സമയം അവർ അവസരങ്ങളെ കുറിച്ച് അന്വേഷിക്കും. ദിവസവും നിങ്ങളൊരു ശീലം നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഒരു 5 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു 5 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നന്ദി പറയുന്നത് ഒരു ശീലമാക്കുക. നിങ്ങൾക്കറിയോ, നന്ദിയുള്ള മനസ്സ് കൂടുതൽ അവസരങ്ങളെ കണ്ടെത്തും. അടുത്ത 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് സമ്പത്ത് ആസ്വദിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായി, എക്സർസൈസിനായിട്ട് നമ്മൾ മാറ്റിവെക്കുക. നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇവയെല്ലാം നമ്മുടെ സാമ്പത്തിക വിജയത്തിന്റെ ഭാഗങ്ങളാണ്. 10ാമത്തെ ശീലം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഗിവപ്പ് ചെയ്യരുത്. പിന്നോട്ടേക്ക് നിങ്ങൾ മാറി നിൽക്കരുത്. ഈ വിജയിക്കുന്ന ആൾക്കാരെല്ലാം അവർക്കൊരിക്കലും പരാജയം ഉണ്ടായിട്ടില്ല എന്ന് അർത്ഥമില്ല. അവര് പരാജയപ്പെട്ടവരാണ്. പക്ഷെ അവര് പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉയർച്ചയിലേക്ക് വരാനായിട്ട് ശ്രമിച്ച ആൾക്കാരാണ്. മനസ്സിലായോ? ഓരോ തെറ്റും ഓരോ പുതിയ പാഠമാണ്. ഓരോ നഷ്ടവും ഒരു പുതിയ തുടക്കമാണ് എന്ന് മനസ്സിലാക്കുക. പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സമ്പത്ത് ഒരു രാത്രി കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്ന സമ്പത്ത് നിലനിൽക്കത്തുമില്ല. അത് ദിവസേന ചെയ്യുന്ന ചെറിയ നല്ല ശീലങ്ങളുടെ ഒരു പരിണിത ഫലമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഒരു ശീലം, ഞാൻ ഈ 10 ശീലങ്ങൾ പറഞ്ഞു, അതിനകത്ത് നിന്ന് ഒരു ശീലം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് 1 മാസം നിങ്ങൾ മിനിമം ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഏത് ശീലമാണ് തിരഞ്ഞെടുത്തത് എന്ന് കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക. അടുത്ത മാസം നിങ്ങൾ തന്നെ നിങ്ങളുടെ മാറ്റത്തെ നിങ്ങൾ കാണുക. ലാസ്റ്റ് അവസാനമായി എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ ജീവിതം മാറ്റില്ല. നിങ്ങളുടെ ചെറിയ ശീലങ്ങളാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. ചെറിയ നല്ല ശീലങ്ങൾ വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണുന്നത് വരെ തീർച്ചയായിട്ടും ഈ ശീലങ്ങളെയൊക്കെ നിങ്ങൾ പിന്തുടരുക. അതുവരെയും നിങ്ങളുടെ ശീലങ്ങളെയൊക്കെ മാറ്റി നിങ്ങളുടെ ഭാവി മാറ്റാനായിട്ട് നിങ്ങൾ റെഡി ആവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ വിത്ത് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ. താങ്ക് യു.